സമൂഹ മനസാക്ഷിയെ വളരെയധികം വേദനിപ്പിച്ച വാർത്തയായിരുന്നു ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ സംഭവിച്ചത്. സ്വന്തം മാതാവിനെ മകൻ കൊലപ്പെടുത്തിയിട്ടുള്ള വാർത്ത. ലഹരിക്ക് അടിമയായ മകൻ സ്വന്തം മാതാവിനെ, അതായത് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയക്ക് വിധേയമായി വിശ്രമ ജീവിതം നയിക്കുകയായിരുന്ന ഒരു ഉമ്മയെ 25 വയസ്സുള്ള ആഷിഖ് എന്ന കൊടും ക്രിമിനൽ അതിദാരുണമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇവിടെ ഈ കൊടും കുറ്റകൃത്യത്തിലേക്ക് പ്രേരിപ്പിക്കാനുള്ള ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി കടുത്ത ലഹരിക്ക് അടിമയായിരുന്നു എന്നതാണ്. റീ അഡിഷൻ സെന്ററിൽ ചികിത്സയ്ക്ക് വിധേയമാക്കി വരികയായിരുന്ന സമയത്തായിരുന്നു ഇത്രയും ദാരുണമായ സംഭവം നടക്കുന്നത്. ഇവിടെ ഈ സംഭവത്തിന്റെ കാര്യങ്ങൾ നാട്ടുകാർ പറഞ്ഞതിനനുസരിച്ചിട്ട് ഈ മകനും ഈ ഉമ്മയുമാണ് വീട്ടിൽ തനിച്ച് താമസിക്കുന്നതായിരുന്നു. അതായത് ചെറുപ്പത്തിലെ സുബൈദ എന്ന് പറയുന്നവരുടെ ഭർത്താവ് അവരെ ഒഴിവാക്കി പോയതിനെ തുടർന്ന് മകനും ഉമ്മയുമായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഏകദേശം 22ഓളം വയസ്സുള്ള ആ സമയം വരെ മകനും ഉമ്മയും വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് മകൻ പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കോളേജിൽ ചേർക്കുകയും അവിടെയിൽ നിന്ന് തെറ്റായ കൂട്ടുകാരോടനുബന്ധിച്ചിട്ട് അതിമാരകമായ ലഹരി ഉപയോഗത്തിലേക്ക് കടക്കുകയും അങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു ക്രൂരമായിട്ടുള്ള സംഭവത്തിലേക്ക് കലാശിച്ചത്. ഇവിടെ ലഹരിക്ക് അടിമയായി ഇത്തരത്തിൽ കൊലപ്പെടുത്തിയുള്ള വാർത്തകൾ ഇതിനു മുമ്പും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ലഹരിക്ക് അടിമയാകുന്ന പ്രവണത, അതായത് സ്കൂൾ തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും അതിമാരകമായ ലഹരിക്ക് അടിമയാകുന്ന പ്രവണത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ചെയ്യാനുള്ള പ്രേരണ നമ്മുടെ നിയമം ഇത്തരം കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്ത കുറ്റവാളികൾക്ക് നിയമം കൊടുക്കുന്ന പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ജയിലിട്ടിട്ട് നല്ല രീതിയിലുള്ള സുഖജീവിതം കൊടുക്കുക എന്നതാണ്. അതായത് ഒരു പ്രതിക്ക്, അതായത് ഒരു തടവുകാരന് കൊടുക്കേണ്ട മെനുവിനെ കുറിച്ചിട്ട് പലപ്പോഴും നമ്മൾ വാർത്തയിൽ കൂടിയിട്ട് മറ്റും അറിയുന്നതാണ്. അതായത് ആഴ്ചയിൽ ഇത്ര ദിവസം ബിരിയാണി, മത്സ്യം, മുട്ട, പാല്, അതുപോലെ മറ്റുള്ള എല്ലാ പോഷകാഹാരങ്ങൾ, സ്വാദിഷ്ടമായിട്ടുള്ള ആഹാരങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ജയിൽ ജീവിതം. ഇതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പെരുക്കുന്നതിന്റെ മറ്റൊരു പ്രധാന കാരണം. ഇവിടെ ലഹരി എന്ന് പറയുന്നത് ഒരു സാമൂഹിക വിപത്തായിട്ട് മാറിയിരിക്കുകയാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ലെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിച്ചുകൂടാനില്ല. അതുകൊണ്ട് ഇത്തരം കുറ്റവാളികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സർക്കാർ അധികാരികൾ സ്വീകരിക്കുക